ഹായ് ഗായ്സ്, വെൽക്കം ടു ഹെലി 7. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്ലാന്ററാണ്. അതിനായിട്ട് എംറ്റി കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ 2 പീസായിട്ട് മുറിച്ചിട്ട് താഴത്തെ ഭാഗം ആണ് പ്ലാന്ററായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കണ്ടെയ്നറിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് ഹോൾസ് ഇടുന്നുണ്ട്. നമ്മൾ പ്ലാന്റ്സ് നട്ട് കഴിയുമ്പോഴത്തേക്കും വെള്ളം പോകണമല്ലോ നല്ലോണം, അതിന് വേണ്ടിയാണ് ഇടുന്നത് ഇങ്ങനെ. അതിനുശേഷം ഞാൻ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പുട്ടി ഡോ ആണ്. അതിനായിട്ട് കുറച്ച് പുട്ടി എടുക്കുന്നുണ്ട്, പ്ലസ് വെള്ളം. എത്രത്തോളം നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നല്ലതാണ്. ഇങ്ങനെ നല്ലോണം കുഴക്കണം. കാരണം നല്ലോണം കുഴക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഡോ കിട്ടും. അതിനുശേഷം ഞാൻ ഈ പുട്ടി ഡോ എടുത്ത് ഇങ്ങനെ ഈ ബോട്ടിലിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാം. നല്ലോണം ഇങ്ങനെ സ്മൂത്ത് ആക്കി കൊടുക്കണം, ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുന്നത് വരെ. അതിനുശേഷം ഞാനിവിടെ 2-3 പാർട്സ് ഉണ്ടാക്കുവാണ്. ഈ പ്ലാന്ററിനൊരു ഫണ്ണി ഫേസ് ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അതിന് വെക്കാൻ വേണ്ടിയുള്ള പാർട്സ് ഇങ്ങനെ ഉണ്ടാക്കുവാണ്. ഇവിടെ ഞാൻ ഈ പാർട്സ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുട്ടിയും വാട്ടറും മിക്സ് ചെയ്ത് ഒരു പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് നേരം നമ്മളിത് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. അതിനുശേഷം ഞാനിവിടെ ഒരു വൈറ്റ് ആക്രിലിക് കളറിൻ്റെ കോട്ടിങ് കൊടുക്കുന്നുണ്ട്. നമ്മൾ വൈറ്റ് ആക്രിലിക് കളറിൻ്റെ കോട്ടിങ് കൊടുക്കുമ്പോഴത്തേക്കും അതിന് മീതെ അടിക്കുന്ന കളറിൻ്റെ ഒറിജിനൽ കളർ ലഭിക്കും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഒരു വൈറ്റ് കോട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു സ്കിൻ കളറാണ് പ്ലാന്ററിന് കൊടുക്കുന്നത്. എനിക്കത് കുറച്ചും കൂടി ആപ്റ്റായിട്ടുള്ള കളറായിട്ട് തോന്നി. ഞാനിങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്യാം. ഗ്രേ കളറൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇതിന് കൊടുക്കുമ്പോഴത്തേക്കും. ഞാനിവിടെ സ്കിൻ കളറും പിന്നെ ഒരു യെല്ലോയിഷ് കളറുമാണ് കൊടുക്കുന്നത്. ഇതൊന്ന് ഡ്രൈ ആവുന്ന വരെ നമ്മളിത് വെക്കുക. അതിനുശേഷം ഞാനൊരു പെൻ യൂസ് ചെയ്തിട്ട് ഒരു ഐസിൻ്റെയൊക്കെ ഔട്ട്ലൈൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് ആക്രിലിക് കളർ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ഐസ് വരച്ചു കൊടുക്കുകയാണ്. പിന്നെ ഒരു പിങ്ക് കളറ് ചീക്കിൻ്റെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റർ ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.